ഇവാൻ വുക്കമനോവിച്ച് എന്ന് പറയുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പഴയ കോച്ച് ഓരോ സ്ഥലത്തു നിന്നും അദ്ദേഹം എന്നെ വീഡിയോ കോൾ വിളിക്കുന്നു, ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നു, ഞാൻ ഇവിടെയാണ് നിൽക്കുന്നത്, അദ്ദേഹം എന്നെ അങ്ങോട്ട് വിളിക്കുന്നു. ഹ്യൂം ഇപ്പോഴും മെസ്സേജ് അയച്ചാൽ ഇപ്പോഴും റിപ്ലൈ ചെയ്യും. പുള്ളി എന്നോട് ഹാപ്പി ഓണം, ഓണത്തെക്കുറിച്ച് അറിയാം ഹ്യൂമിന്, ഓണം എങ്ങനെ ആഘോഷിച്ചു, പിന്നെ അത് മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസൺ എങ്ങനെയുണ്ട്, ഇതൊക്കെ ഇപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നു മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഒരു സ്റ്റണ്ട് സീനിന് BGM ആയിട്ട് ഫുട്ബോൾ കമന്ററി പോലെ ഒരു സാധനം യൂസ് ചെയ്യപ്പെട്ടു എന്ന നിലയിലായിരിക്കണം ചരിത്രം ജയജയഹേന രേഖപ്പെടുത്തൽ. ജന്മനാ ഫുട്ബോളിന്റെ സിദ്ധി കിട്ടിയ ആളുകളിൽ ഒരാളാണ് IM വിജയൻ. അതിലൊന്നും തർക്കമില്ല. കാരണം അദ്ദേഹത്തിന്റെ കളി കണ്ടാൽ അതിനൊന്നും നമുക്കൊരു കൃത്യമായ ഒരു അഴകളവ് നിശ്ചയിക്കാൻ പറ്റില്ല. ബ്ലാസ്റ്റേഴ്സിന്റെ ഓരോ സീസണിലെത്തുന്ന പുതിയ താരങ്ങളെയും കോച്ചുകളെയൊക്കെ ആയിട്ട് വ്യക്തിബന്ധം പുലർത്താറുണ്ട്. അത്തരത്തിൽ ഇപ്പോൾ സീസൺ കഴിഞ്ഞ് അതല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സുമായി കോൺട്രാക്ട് കഴിഞ്ഞ് പോയ ആളുകളായിട്ട് ആ ബന്ധം നിലനിർത്താറുണ്ടോ? സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും. ഇവാൻ കോച്ച് ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പോയതിന് ശേഷം ഇവാൻ കോച്ച് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് എവിടെയൊക്കെ പോയി, എവിടെയൊക്കെ അദ്ദേഹം ടൂറ് പോയി, അദ്ദേഹത്തിന്റെ ഫാമിലിയിൽ ഒരു ഹെൽത്ത് പ്രോബ്ലം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അമ്മായിയച്ഛനാണോന്ന് തോന്നുന്നു, ഭാര്യയുടെ അച്ഛന്. അദ്ദേഹം കുറച്ച് എന്താ പറയുക രോഗിയായിരുന്നു. അദ്ദേഹത്തിന്റെ ചികിത്സ, ആശുപത്രി, അതിനുശേഷം അതൊന്ന് സെറ്റിൽ ആയതിനു ശേഷം ഇവാൻ കോച്ച് സ്പെയിനിൽ പോകുന്നു, ഇറ്റലി പോകുന്നു, അവിടെ നിന്ന് ബൈ റോഡ് കാർ ഓടിച്ച് സ്ലൊവേനിയ, സ്ലോവാക്യ ഇവിടെയൊക്കെ പോകുന്നു. ഈ ഓരോ സ്ഥലത്തും നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ, ഇവാൻ വുക്കമനോവിച്ച് എന്ന് പറയുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പഴയ കോച്ച് ഓരോ സ്ഥലത്തു നിന്നും അദ്ദേഹം എന്നെ വീഡിയോ കോൾ വിളിക്കുന്നു, ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നു, ഞാൻ ഇവിടെയാണ് നിൽക്കുന്നത്, അദ്ദേഹം എന്നെ അങ്ങോട്ട് വിളിക്കുന്നു. എനിക്ക് നമ്മള് പോകാൻ പറ്റില്ലല്ലോ, പക്ഷെ ആ സന്തോഷം ഉണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾ എന്നെ വിളിക്കുന്നു എന്നിടത്താണ് എന്റെ വിജയം, മനസ്സിലായി? അല്ലെങ്കിൽ നിങ്ങൾ എന്നെ എപ്പോഴും ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നിടത്ത് എന്റെ വിജയം. അത് മതി. നിങ്ങൾ എപ്പോഴും എന്നെ പരിഗണിക്കുന്നു, നിങ്ങളുടെ ഹൃദയത്തിൽ എനിക്കൊരു ഇടമുണ്ട് എന്ന് അറിയുമ്പോൾ തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. ഇതിപ്പോ കൃത്യമായ ഉത്തരം കിട്ടിയില്ലേ? ഇപ്പൊ ബ്ലാസ്റ്റേഴ്സിൽ ഇല്ലാത്ത, ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയ ഒരാളുമായിട്ട് പോലും കൃത്യമായി ബന്ധം പുലർത്തുകയാണ്. അതെന്റെ ഇപ്പൊ ഇവാൻ കോച്ചുമായിട്ട് എനിക്ക് ഇപ്പൊ ഔദ്യോഗികമായി ബന്ധം പുലർത്തിയതുകൊണ്ട് ഒന്നും നേടാനില്ല. കാരണം ഇപ്പൊ പുതിയ ഒരു ലാഭവും ഇല്ല. പക്ഷെ ബന്ധങ്ങളാണ് വലുത്. ഇവാൻ കോച്ചിനെക്കുമായിട്ട് ഡേ ടു ഡേ ബന്ധം തുടർന്നുകൊണ്ട് ഇപ്പൊ എനിക്ക് പുതിയ ഇത് വന്നില്ല. പക്ഷെ അപ്പോഴും ആ ഒരു ബന്ധം അവിടെ നിലനിർത്തുന്നത് ഓക്കെ, ഓഫ് കോഴ്സ് ഹീസ് എ എക്സ് ഫുട്ബോൾ പ്ലെയർ, ഹീസ് എ UFA പ്രോ ലൈസൻസ് കോച്ച്. അതാണ് നമ്മൾ പരമാവധി ബന്ധങ്ങൾ സൃഷ്ടിക്കുക, നല്ല ഒബ്സർവർ ആവുക. ജേർണലിസ്റ്റ് ആവേണ്ട ടിപ്പാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. പക്ഷേ ക്യൂവിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് നല്ല മികച്ച ജേർണലിസ്റ്റ് ആവാൻ എന്തൊക്കെ ടിപ്സ് ഷൈജു ദാമോദരൻ പറഞ്ഞു. ഇവാൻ കോച്ചിനെ പോലെ മലയാളികൾ ഏറെ മനസ്സിൽ ആരാധിച്ച് ഇപ്പൊ ലൂണയൊക്കെ ഉള്ളതുപോലെ സ്നേഹിച്ചിരുന്ന ഒരാളായിരുന്നു ഹ്യൂമേട്ടൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആൾ ഇയാൻ ഹ്യൂം. അപ്പൊ അദ്ദേഹവുമായിട്ടുള്ള ഒരു ബന്ധത്തെ കുറിച്ച് എങ്ങനെയായിരുന്നു? ഈ പറഞ്ഞാൽ ഇപ്പൊ കൃത്യമായി ഓരോരുത്തരെ കുറിച്ചിട്ടാണ് ഇപ്പം താങ്കൾ ചോദിക്കുന്നത്. ഹ്യൂം കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചിരുന്ന സമയത്തും ഹ്യൂം പിന്നീട് കുറച്ച് നാള് ISLന്റെ ഇംഗ്ലീഷ് കമന്റേറ്ററായി കുറച്ച് എക്സ്പേർട്ടായി. അപ്പൊ കുറച്ചും കൂടി ബന്ധം വിപുലമായി. കാരണം ഞങ്ങൾ ഡെയിലി എല്ലാ ദിവസവും കാണും, ഓരോ ഡിപ്പാർട്ട്മെന്റ് നമുക്ക് കാണും. പക്ഷെ കുറച്ചു നാളെ ഉണ്ടായിരുന്നുള്ളൂ, പുള്ളി പോയി. പക്ഷെ എന്നിട്ട് പോലും ഹ്യൂം ഇപ്പോഴും മെസ്സേജ് അയച്ചാൽ ഇപ്പോഴും റിപ്ലൈ ചെയ്യും. പുള്ളി എന്നോട് ഹാപ്പി ഓണം, ഓണത്തെക്കുറിച്ച് അറിയാം ഹ്യൂമിന്, ഓണം എങ്ങനെ ആഘോഷിച്ചു, പിന്നെ അത് മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസൺ എങ്ങനെയുണ്ട്, ഇതൊക്കെ ഇപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം അഫ്സൽ ചോദിക്കുമ്പോഴാണ് എന്തൊരു രസകരമായ കാര്യമാണ്. എപ്പോഴോ കളിച്ചു പോയ ആളുകളാണ്, ഫസ്റ്റ് സീസൺ കളിച്ചു, പിന്നെ 3ാം സീസണോ 4ാം സീസണോ മറ്റോ കളിച്ചു, അവരൊക്കെ ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല, ജീവിതത്തിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. ഓക്കെ, മെസ്സി നൈജീരിയക്ക് അടിക്കുന്ന ഗോൾ അടയാളപ്പെടുത്തുക കാലമേ എന്ന ആ ഡയലോഗ് ഒരു പക്ഷേ മെസ്സിയുടെ ഗോളിനേക്കാൾ കൂടുതൽ ഇപ്പോഴും ആളുകളുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തപ്പെട്ടത് ആ ഒരു ഡയലോഗാണ്. പിന്നീട് ഷൈജു ചേട്ടൻ തന്നെ ഫ്ലവേഴ്സിന്റെ വേദിയിൽ വന്ന് അത് റീടേക്ക് ചെയ്ത് വീണ്ടും പറയുന്നുണ്ട്. അപ്പൊ അത് കൂടുതൽ ആഘോഷിക്കപ്പെടുന്നുണ്ട്. പിന്നെ മറ്റൊരു പൊതുവേദിയിൽ, സ്കൂളിലെ മറ്റൊരു വേദിയിൽ പോയിട്ട് വീണ്ടും അത് ആഘോഷിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ഷൈജു ചേട്ടന്റെ ആ കമന്ററി പിറന്ന ആ ഒരു മൊമെന്റിനെ കുറിച്ച് പറയാമോ? അത് ഇപ്പൊ എന്താ പറയാ, അത് പല സ്ഥലത്തും ഈ പറഞ്ഞ പോലെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. പിന്നെ 2 സ്ഥലത്തല്ല കേട്ടോ, ഫ്ലവേഴ്സിന്റെ ഫ്ലോറിലും സ്കൂളിലും മാത്രമല്ല, ഞാൻ എവിടെ പരിപാടിക്ക് പോയാലും എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും, എന്തൊക്കെ വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, 1/2 മണിക്കൂർ 3/4 മണിക്കൂർ 1 മണിക്കൂർ സംസാരിച്ചാലും ഇറങ്ങുന്നതിന് മുമ്പ് സാറാ മറ്റേ എന്താ അടയാളപ്പെടുത്തുക കാലമേ എന്ന് പറയും. അതിപ്പോഴും ഉണ്ട്. അപ്പൊ ഞാൻ തന്നെ മൈക്കിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിക്കാൻ പോയാലും ഇത് തന്നെയാണല്ലോ ശനി, മനസ്സിലായില്ലേ എന്ന് പറയും, മനസ്സിലായില്ല? അപ്പൊ ഇത് എന്താ പറയാ, ലൈക്ക് യു സെഡ് 2018 വേൾഡ് കപ്പ്
അതിന് തൊട്ട് മുൻപ് റൊണാൾഡോ ഒരു 3 ദിവസം മുമ്പ് ഗോൾ അടിച്ചു. അപ്പൊ റൊണാൾഡോന്റെ ഗോൾ ഭീകരമായിട്ട് ആഘോഷിക്കപ്പെട്ട് കഴിഞ്ഞു. മെസ്സി മാത്രമാണ് അതിനകത്ത് ഇപ്പൊ ഗോൾ അടിക്കാത്തത്. അന്ന് ബാക്കിയുള്ള ഒരുമാതിരിപ്പെട്ട സ്റ്റാറുകളൊക്കെ ഗോൾ അടിച്ചു. അർജന്റീന ആദ്യത്തെ കളി എനിക്ക് തോന്നുന്നു ക്രൊയേഷ്യ ആയിട്ട് കളിച്ചു, വേറെ ഏതോ ഐസ്ലൻഡോ അങ്ങനെ എന്തോ ടീമായിട്ട് കളിച്ചു. ഇത് 3ാമത്തെ കളിയാണ് നൈജീരിയ ആയിട്ടില്ല. ആ ഗ്രൂപ്പിലെ ലാസ്റ്റ് മാച്ചാണ്. ഞാൻ ഇപ്പോഴും ജൂൺ ലാസ്റ്റ് വീക്ക് ആണത്. മെസ്സി ഇതിലെങ്കിലും ഗോൾ അടിക്കും, ആരാധകർ കാത്തിരിക്കുന്നു. ഇപ്പൊ കേരളത്തിലെ ഹൈപ്പ് പറയേണ്ട കാര്യമില്ലല്ലോ. അർജന്റീന, മെസ്സി, കേരളം ഇതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതങ്ങനെ വേറൊരു ഇത്. അപ്പം നമ്മളാണ് പ്രാർത്ഥിക്കുന്നത് മെസ്സി അടിക്കണേ അടിക്കണേ. കാരണം മെസ്സി അടിച്ചാലും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ മാത്രമല്ല, നമ്മൾ തന്നെ ചെയ്യുന്ന ജോലിയാ. റൊണാൾഡോയും അടിച്ചു, മെസ്സി അടിച്ചു, നമ്മൾ രണ്ടുപേർക്കും ട്രീറ്റ് ചെയ്തു, അല്ലെങ്കിൽ രണ്ടുപേരും ബാലൻസ്, നമുക്കൊരു സന്തോഷം മനസ്സ് നിറയും. അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം നിറയും, ഒരു സൈഡ് നിറയില്ല, അങ്ങനെ നിൽക്കും. അങ്ങനെ നിൽക്കുമ്പോൾ ദേവന്നടാ ഗോൾ ഉഗ്രം ഗോളാണ് അത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് നൈജീരിയ ആയിട്ട് മെസ്സിയുടെ ഗോള്. മെസ്സി എനിക്ക് തോന്നുന്നു അന്താരാഷ്ട്ര ഫുട്ബോളിൽ വളരെ റയർ ആയിട്ടാണ് മെസ്സി റൈറ്റ് ഫുട്ട് കൊണ്ട് ഗോൾ അടിച്ചിരിക്കുന്നത്. മെസ്സിയുടെ ഫുട്ബോൾ കരിയറിൽ തന്നെ അടിച്ചിരിക്കുന്ന 95%, 99% ഗോളുകളും ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് അടിച്ചിരിക്കുന്ന ഗോളുകളാണ്. വളരെ റയർ ആയിട്ട് മാത്രമേ റൈറ്റ് കൊണ്ട് അടിച്ചിട്ടുള്ളൂ. മെസ്സി അടിച്ച വൺ ഓഫ് ദ റയറസ്റ്റ് ബെസ്റ്റ് റൈറ്റ് ഫുട്ട് ഗോൾ ആയിരുന്നു. മാത്രമല്ല അത് വേൾഡ് കപ്പ് ഗോളാണ്. അതുകൊണ്ട് മാത്രമല്ല ആ ബോൾ അത് നിലത്ത് ഇറക്കിയിട്ടില്ലല്ലോ, കാല് അങ്ങനത്തെ തൈസിൽ എടുത്ത് കൺട്രോൾ ചെയ്ത് നേരെ ഇട്ടിട്ട് അടിക്കുന്നത് മനസ്സിലായി. അപ്പൊ അത് വളരെ മനോഹരമായ ഗോളാണ്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ബെനേഗയുടെ പാസ്സാണ്, ബെനേഗയുടെ പാസ് ലോങ് ബോളാണ് വരുന്നത്. അതാണ് മെസ്സി ഇങ്ങനെ ഓടിയിട്ട് മേലെ കൂടെ ഇങ്ങനെ നോക്കിയിട്ട് റൈറ്റിൽ ഇങ്ങനെ റിസീവ് ചെയ്തിട്ട് അടിക്കുന്നത്. അപ്പൊ അത് ആ കളിയുടെ പ്രസക്തി, ആ ഗോളിന്റെ വരവ്, അർജന്റീനയുടെ ലീഡ്, സെന്റ് പീറ്റേഴ്സ്ബർഗിലാണ് കളി നടക്കുന്നത്. അതുകൊണ്ടാണല്ലോ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ സിംഹരാജാവ് എഴുന്നള്ളൂ എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ആ മൊമെന്റ് ഞാൻ അതാ ഞാൻ പറഞ്ഞത്, എന്റെ ജീവിതത്തിൽ ഞാനിപ്പോ ISL കമന്ററി തന്നെ എത്ര എണ്ണം ഇപ്പൊ അഫ്സലിനോട് പറഞ്ഞു എന്ന് പറഞ്ഞതുപോലെ എന്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കുറെയൊക്കെ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അതേപോലെ ആ മുഹൂർത്തങ്ങൾ ഓർക്കുന്നു, അതിലേക്ക് വരാനിടയായ സാഹചര്യം ഓർക്കുന്നു. എന്താണ് പറഞ്ഞ് ഇപ്പൊ ആ കമന്റ് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അടയാളപ്പെടുത്തുക കാലമേ ഇത് ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം, സെന്റ് പീറ്റേഴ്സ്ബർഗിൽ സിംഹരാജാവ് എഴുന്നള്ളുന്നു. ഇത് പല സമയത്തും ഇപ്പൊ ഇന്നലെ ഞങ്ങളുടെ ഫ്ലാറ്റിൽ ഓണാഘോഷം, ഇന്നലെയായിരുന്നു ഞങ്ങളുടെ ഫ്ലാറ്റിലെ ഓണാഘോഷം. അവിടെയും 2 കുട്ടികൾ എന്ന് പറഞ്ഞ് ആ ഘടികാരങ്ങൾ നിലയ്ക്കുന്നു എന്ന് പറയാം. ഞാൻ പറഞ്ഞു ഘടികാരം നിലച്ചിട്ടില്ല കുഞ്ഞുങ്ങളെ, ഇപ്പോഴും ഓടണ്ട് എന്ന് പറയും. അപ്പൊ അതൊരു എവർഗ്രീൻ സാധനമാണ്. ചില കാര്യങ്ങൾ അങ്ങനെ നമുക്ക് എപ്പോഴും ഓർത്തു വെക്കാനും എന്താ പറയാ, ചില കാര്യങ്ങൾ അങ്ങനെയാണ്. സന്തോഷം ചെറുതല്ലല്ലോ, ഉറപ്പായിട്ടും. ഓക്കെ, ഇതുപോലെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആ വേൾഡ് കപ്പിലെ ഗോൾ തന്നെയാണ് ഇപ്പോൾ വൈ ദിസ് മാൻ. നിങ്ങൾ ഇത് കാണുക, അത് ദേശീയ മാധ്യമങ്ങളും അതുപോലെ യൂറോപ്പിൽ ഉൾപ്പെടെ ചർച്ചയായ കാര്യമായിരുന്നു. അത്തരം ഇമ്പാക്റ്റുകളൊക്കെ ഉണ്ടാവുമ്പോൾ നൽകുന്ന ഒരു പേഴ്സണൽ സന്തോഷം എക്സ്പ്ലെയിൻ ചെയ്യാമോ? ആ സമയത്ത് ഞാൻ ശരിക്കും വിചാരിച്ചെന്തറിയാമോ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മായാവിയിലെ നമ്മുടെ ആ ഫീലാണ് ശരിക്കും എനിക്ക് വട്ടായതാണ്, നാട്ടുകാർക്ക് മുഴുവൻ വട്ടായതാണ് സത്യം പറഞ്ഞ. കാരണം ഞാനിത് ആദ്യമൊന്നും ഇതിന്റെ ഇന്റൻസിറ്റി ഞാൻ മനസ്സിലാക്കുന്നില്ല. ഞാനിപ്പോഴും ഓർക്കണ്ട, ഇങ്ങനെ കളി നടക്കുന്നു, കമന്ററി നടക്കുന്നു, നമുക്ക് ഓരോ ദിവസവും ഡ്യൂട്ടി അല്ലേ, നമ്മൾ പോകുന്നു, പ്രിപ്പയർ ചെയ്യുന്നു, അടുത്ത ദിവസം അടുത്ത മാച്ച് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നു. റൊണാൾഡോന്റെ കമന്ററി, ഫ്രീ കിക്കിലെ ഗോള്, സ്പെയിൻ 3-3 ഡ്രോ, സ്പെയിൻ പോർച്ചുഗൽ മാച്ച്, മലയാളം, അതിനുശേഷം ആനന്ദ് മഹീന്ദ്ര ട്വീറ്റ് ചെയ്യുന്നു. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കൂല, ഒരാഴ്ച മുമ്പും കൂടി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ആരാധകനാണ് അദ്ദേഹം. ഇപ്പൊ നോർത്ത് ഈസ്റ്റിനെതിരെ കളി കാണാൻ വേണ്ടി ഗുവാഹട്ടിയിൽ ഉണ്ടായിരുന്നു ഇന്നലെ. അദ്ദേഹം അവിടെ പോണതിന് മുമ്പ് ചുമ്മാ ചാറ്റ് ചെയ്തപ്പോ, ചേട്ടാ കഴിഞ്ഞ ദിവസം എനിക്ക് പെട്ടെന്ന് ഒരു പഴയ ട്വീറ്റ് കിട്ടിയെന്ന് പറഞ്ഞ ഈ സാധനം, ആനന്ദ് മഹീന്ദ്ര ട്വീറ്റ് എനിക്ക് വീണ്ടും റീസെന്റ് ചെയ്ത് തന്നു അദ്ദേഹം. അപ്പോ ആനന്ദ് മഹീന്ദ്ര അന്നത്തെ ട്വീറ്റ്, ലാംഗ്വേജ് ഇല്ല, ഫുട്ബോളിന് ലാംഗ്വേജ് ബാരിയേഴ്സ് ഇല്ല, മലയാളം കമന്ററി നമ്മളെ വേറെ ലോകത്തേക്ക് കൊണ്ടുപോകുന്നു, ഐ എം സ്വിച്ചിങ് ടു മലയാളം ഓൺലി എന്ന് പറഞ്ഞ് വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് ആനന്ദ് മഹീന്ദ്രയെ പോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു കോർപ്പറേറ്റ് അദ്ദേഹത്തിന്റെ ട്വീറ്റ്, അത് ശരിക്കും ലൈഫിനെയൊക്കെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അതോടെ അതാ ഞാൻ പറഞ്ഞ, ആൾക്കാർ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് തന്നെ പേടിയാവും, ഇത് എനിക്ക് വെട്ടായതാണ്, ആൾക്കാർക്ക് വെട്ടാതെ. ഇപ്പൊ യൂറോപ്പ് എന്ന് മാത്രം പറയണ്ട, ആ ദിവസങ്ങളിൽ ABC ഓസ്ട്രേലിയൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ, ന്യൂസിലൻഡ് റേഡിയോ, മലേഷ്യൻ റേഡിയോ, അൽ ജസീറ, ഗാർഡിയൻ, BBC, ഇനിയുണ്ട് ഇന്റർനാഷണൽ ഇഷ്ടം പോലെ, ആരൊക്കെയോ വിളിക്കുന്നു ഇംഗ്ലീഷിൽ ഇന്റർവ്യൂ. പിന്നെ നാഷണൽ, ഞാൻ സ്റ്റുഡിയോയിൽ ചെന്നിരുന്ന് ന്യൂസ് അവറിൽ, അതായത് ജീവിതത്തിൽ അതിന് മുൻപോ അതിന് ശേഷമോ ഞാൻ അങ്ങനെ ഒരു ദേശീയ ഇംഗ്ലീഷ് വാർത്താ ചാനലിന്റെ ന്യൂസ് അവറിൽ ചെന്ന് സംസാരിച്ചിട്ടില്ല. കാരണം അതിനു മുൻപും സംസാരിക്കേണ്ട ഞാൻ അങ്ങനെ ഒരു ടെറിട്ടറിയിൽ ജീവിക്കുന്ന ആളല്ലല്ലോ. അതിനും ശേഷവും ഇതാണ് എന്റെ തമാശ. CNN, IBN, ടൈംസ് നൗ, NDTV, ഇതൊക്കെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ചാനലുകളാണ്. ഇവിടെയൊക്കെ പ്രൈം ടൈം 8 തൊട്ട് 9 വരെ ന്യൂസ് അവറിൽ ഗസ്റ്റ്. ഞാൻ ആലോചിക്കും,
ഇതൊക്കെ സത്യം തന്നെയാണ് ഈശ്വരൻ നടക്കുന്നത്. ചോദ്യങ്ങൾ ചോദിക്കുന്നു, പറയുന്നു. അത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ അതൊരു സന്തോഷമാണോ എന്ന് ഞാനിപ്പോൾ എനിക്ക് പറഞ്ഞറിയാം. സന്തോഷമാണോ, എന്താണ് വികാരം? ഞാൻ തന്നെ ഇടയ്ക്ക് ഇങ്ങനെ പിച്ചു നോക്കിയിട്ട് ഞാൻ തന്നെയാണ് ഇതായിരുന്നു അന്നത്തെ ഒരു ഫീൽ. ബിപിൻ ദാസിന്റെ പടം ജയ ജയ ഹേലാണ് പിന്നെ മലയാളത്തിൽ കമന്ററി പറഞ്ഞുകൊണ്ട് തിയേറ്ററുകളിൽ ഓളുണ്ടാക്കിയത്. അതായത് ഫുട്ബോൾ അല്ലാത്ത സിനിമക്കകത്ത്. അപ്പൊ ആ കമന്ററി പിറന്നത് ബിപിൻ ദാസ് കോണ്ടാക്ട് ചെയ്യുന്നത് നേരിട്ട് ഷൈജുവേട്ടൻ തന്നെ ആയിരുന്നു. ആ സജഷൻ, ഒപ്പം ആ സ്ക്രിപ്റ്റ് എഴുതുന്നത്, സിനിമയിലെ സ്ക്രിപ്റ്റ് ഷൈജുവേട്ടൻ പ്രസന്റ് ചെയ്യാനോ അല്ല ഇതിനു വേണ്ടി തയ്യാറാക്കിയതാണോ, അത്തരം കാര്യങ്ങൾ. ഇതിപ്പം അഫ്സൽ, നമ്മുടെ ഇന്നത്തെ ഈ സംസാരത്തിലെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും ഏതെങ്കിലും ഒരു റീസെന്റ് കണക്ഷൻ അതിൽ വരുന്നു. ഇപ്പൊ ഞാൻ നേരത്തെ മറുപടി പറഞ്ഞില്ലേ ട്വീറ്റിനെ കുറിച്ച്, അത് കൂട്ടുകാരൻ. അതേപോലെ വേറൊരു കാര്യവും ഞാൻ പറഞ്ഞു, റീസെന്റ് നടന്ന കാര്യം 2 ദിവസം മുന്നേ, ഒരാഴ്ച മുന്നേ. ഈ ചോദ്യവും ഞാൻ ഇന്നലെ കൂടെ ആലോചിച്ചോളൂ ബിപിനെ കുറിച്ച്. കാരണം ഇന്നലെ രാത്രി ഞാൻ കണ്ടത് ബിപിൻ ദാസ് തിരക്കഥ എഴുതിയ സമീപകാലത്ത് പുറത്തിറങ്ങിയ മറ്റൊരു സിനിമ സംവിധാനം ചെയ്തത് വേറെ ആളാണ്. പക്ഷെ ബിപിനാണ് കഥയും തിരക്കഥയും സംഭാഷണവും ബിപിൻ ദാസിന്റെ ആണ്. അപ്പൊ അതിങ്ങനെ കാണിക്കുമ്പോ ബിപിനാണ് കൊള്ളല്ലോ. കാരണം ബിപിനെ കുറിച്ച് നമുക്കൊരു ധാരണയൊക്കെ ഉണ്ട്, മനസ്സിലായില്ല. അത്യാവശ്യം ഈ നേരത്തെ പറഞ്ഞ പോലെ ട്രെൻഡിന്റെ ഒപ്പം ഓടുന്നയാളാണ്. എന്ത് വേണം പ്രേക്ഷകന് എന്ന് മനസ്സിലാക്കുന്ന അപൂർവം സംവിധായകരിൽ ഒരാളാണ്, മനസ്സിലായില്ല. അപ്പൊ അവൻ കൊള്ളാം, പറഞ്ഞ വിശ്വസിക്കൂല. ഇന്നലെ എല്ലാം കഴിഞ്ഞ് രാത്രി 12 ഊണൊക്കെ കഴിഞ്ഞു. രാത്രി 12 മണിക്ക് സാധാരണ ഞാൻ സിനിമ കാണാൻ ഇരിക്കാറില്ല. നമ്മളെ ഇതിനകത്ത് നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഡിജിറ്റലില്, ഓക്കെ, OTT 12 മണിക്ക് ഇരിക്കാറില്ല. 12 മണിക്ക് ഇരുന്നാൽ തന്നെ ഒരു അരമണിക്കൂർ കൊണ്ട് ഓഫാക്കും. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. 12 മണിക്ക് സിനിമ ഇട്ടിട്ട് ഒറ്റടിക്ക് കണ്ടു തീർത്തു. ലാസ്റ്റ് സിനിമ കഴിഞ്ഞല്ലേ, കൊള്ളാം, ഫീൽ ഗുഡ് മൂവി, പുതിയ സിനിമയെ കുറിച്ച്, ഏത് സിനിമയൊക്കെ മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ വിപിനെ കുറിച്ച് വരാം ഇനിയിപ്പോ. അപ്പൊ ഞാൻ ആലോചിച്ചു, അപ്പൊ ഇന്നലെ ജയ ജയഹയെ കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ചു. ആ ജയ ജയഹയിൽ വർക്ക് ചെയ്തൊക്കെ ഇന്ന് അഫ്സൽ ഈ ചോദ്യം ചോദിക്കുന്നു എൻ്റെ അടുത്ത്. അപ്പൊ അതുകൊണ്ട് എന്തൊക്കെയോ റീസൺ കണക്ഷൻസ്. അപ്പൊ വിപിൻ വിളിക്കുന്നു, വിപിൻ തന്നെയാണ് വിളിക്കുന്നത്. ഇങ്ങനെ ചേട്ടാ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്, ഇതാണ് സാധനം. അപ്പൊ അതാണ് എനിക്ക് തോന്നുന്നത് ചില ആളുകളുടെ മിടുക്കതാണ്. ഫോണിൽ കൂടെ സംസാരിക്കുന്നതിന് പകരം ഇതൊന്ന് ചേട്ടനെ എന്താണ് എൻ്റെ ആവശ്യം എന്താണ് എന്ന് ചേട്ടനോട് എനിക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നെ. അങ്ങനെ വിപിൻ വണ്ടിയായിട്ട് വരുന്നു. ഒന്ന് വന്ന് കണ്ടോട്ടെ എന്നുള്ളത്. അല്ല, അവൻ വണ്ടിയായിട്ട് വരുന്നു. വണ്ടിയായിട്ട് വന്നിട്ട് വിപിന്റെ കാറിൽ കയറി. ഞാൻ ഇപ്പൊ നമ്മൾ കാക്കനാട്ടിൽ നിന്ന് സംസാരിക്കുന്നത്, നിങ്ങളുടെ സ്റ്റുഡിയോ ഇതേ കാക്കനാടിന്റെ നേരെ അപ്പുറത്ത് ഇൻഫോ പാർക്കിന്റെ സൈഡിലെ ഒരു ഫ്ലാറ്റില് അവരുടെ അന്നൊരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു, അവരുടെ ഒരു റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ. അവിടെ പോയി നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ഉണ്ട്, ഓക്കെ, അങ്കിത് ഉണ്ട്, വിപിൻ ഉണ്ട്, പിന്നെ നമ്മുടെ ഇദ്ദേഹം ശബരീഷ് ഉണ്ട്. അപ്പൊ ഇവരോടൊക്കെ ഇരുന്നിങ്ങനെ സംസാരിക്കുമ്പോഴാണ് ഈ കൺസെപ്റ്റ് എൻ്റെ അടുത്ത് പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നില്ല, അവരെത്രമാത്രം സീരിയസ് ആയിട്ടാണ് അതിനെ സമീപിക്കുന്നതെന്നും അവരെത്രമാത്രം പ്രാധാന്യമാണ് ഇതിന് കൊടുത്തിരിക്കുന്നതെന്നും ആ ഒരൊറ്റ ആദ്യത്തെ കൂടിക്കാഴ്ച എനിക്ക് മനസ്സിലായി. ആ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ജയ ജയ ഹേ ആ കണ്ടിട്ട് എത്ര പേര് വിളിച്ചെന്നറിയാം. ജയ ജയ ഹേ ഇന്റർവെല്ല് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്യണത് ഈ ഫൈറ്റോട് കൂടിയാണ്. പെട്ടെന്ന് തിയേറ്റർ ഇന്റർവെല്ലിന് ഒരു ചായയൊക്കെ കുടിച്ച് പോപ്കോണൊക്കെ കഴിച്ച് ചിലർ പെപ്സിയൊക്കെ അടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്നാണ് ഈ ബേസിലും മറ്റേ ദർശനയും തമ്മിലുള്ള ഫൈറ്റ് ഇങ്ങനെ പൊട്ടിച്ചാടി വീണത്. ഇതിന് മറ്റേ കമന്ററി WWFന്റെ കമന്ററി ഉടനെ തിയേറ്ററിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ഇരിപ്പ് സെക്കൻഡ് ഹാഫ് ത്രൂ ഔട്ട് കൊണ്ടുപോകാൻ സഹായമുണ്ട്. ഇത് സംതിങ് ലൈക്ക് നമ്മളൊരു ബോൾ റോൾ ചെയ്യുമ്പോൾ ആ ബോൾ റോൾ ചെയ്യണ ബോൾ നമുക്ക് 90 മിനിറ്റ് ഉരുട്ടാനുള്ള ബോളാണ്. അപ്പൊ റോൾ ചെയ്യണത് അങ്ങനെ റോൾ ചെയ്യണം. അത് വിപിന്റെ മിടുക്കാണ്. എന്താണ് അവിടെ വേണ്ടതെന്ന് കൃത്യമായി വിപിൻ പറഞ്ഞു തരുന്നു. ഇതിന്റെ സ്ക്രിപ്റ്റിംഗ് രസമാണ്. ഇതിന്റെ സ്ക്രിപ്റ്റിംഗ് എല്ലാവരും ചെയ്യണം. അവിടെയാണ് നമ്മളൊരു ഗ്രൂപ്പിന്റെ ടീം വർക്കിന്റെ വിജയമാണ്. ആ സിനിമയും അങ്ങനെ തന്നെയായിരുന്നു, ടീം വർക്കിന്റെ വിജയമാണ്. കാരണം വിപിൻ, അങ്കിത്, ശബരീഷ്, ബേസിൽ ഇവരൊക്കെ ഉണ്ട്. ഇവരെല്ലാം ഞാനും. അപ്പൊ എനിക്ക് സ്വാതന്ത്ര്യം തരുന്നു. ചേട്ടന് ഇഷ്ടമുള്ളതൊക്കെ പറഞ്ഞു. ചേട്ടനൊക്കെ ഈ പറഞ്ഞ പോലെ അടയാളപ്പെടുത്തുക കാലമേ മറ്റേ സ്ട്രോണോ ഇതും ഞാൻ പറഞ്ഞ അതെല്ലാം സ്ഥിരം പറയണല്ലേ, വേറെ കുറെ. അപ്പൊ അവരുടെ കുറെ സാധനങ്ങൾ അങ്ങനെ എല്ലാം കൂടെ ചേർന്ന് വന്നപ്പോഴാണ് അത് ഏറ്റവും എനിക്ക് തോന്നുന്നു മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഒരു സ്റ്റണ്ട് സീനിന് BGM ആയിട്ട് ഫുട്ബോൾ കമന്ററി പോലെ ഒരു സാധനം യൂസ് ചെയ്യപ്പെട്ടു എന്ന നിലയിലായിരിക്കണം ചരിത്രം ജയ ജയഹേനെ രേഖപ്പെടുത്തുന്നത്. അത് ചരിത്രമായതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത്. മറ്റൊരു സ്ഥലത്തും അങ്ങനെ വന്നിട്ടില്ല എന്നുള്ളത്. നമ്മൾ തിരിച്ച് ഫുട്ബോളിലേക്ക് വന്നാല് കഴിഞ്ഞ 2 സീസൺ മുമ്പാണ് ഇപ്പോൾ സഹൽ അബ്ദുൾ സമദ് മോഹൻ ബഗാനിലേക്ക് പോയത്. ഒരുപക്ഷെ മലയാളികളുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന്റെ ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങൾ എടുത്തു നോക്കിയാൽ അതിലൊരാൾ സഹലായിരുന്നു. സഹലിന്റെ ഇപ്പോഴത്തെ മോഹൻ ബഗാനിലെ കളിയെ നിരീക്ഷിക്കുമ്പോൾ എന്താണ് അഭിപ്രായം? സകല് നന്നായിട്ട് സകല് എന്താ പറയുക, അത് ഒരു പ്രൊഫഷണൽ കളിക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ യാത്രകളെ നമുക്ക് എന്നും പോസിറ്റീവായിട്ട് മാത്രമേ വിലയിരുത്താൻ കഴിയൂ. അത് ഈ പറയണ പോലെ പ്രൊഫഷണൽ ജീവിതമാണ്. ഇപ്പം ഞാൻ തന്നെ ISL കമന്ററി എത്രയോ ചാനലുകൾക്ക് വേണ്ടി പറഞ്ഞു, പല ചാനലുകൾക്ക് പറഞ്ഞു.
പല പല കോർപ്പറേറ്റുകളുടെ കീഴിൽ പറഞ്ഞില്ല. അപ്പൊ എന്ന് പറഞ്ഞ പോലെ പ്രൊഫഷണൽസ് അവർക്ക് അനുയോജ്യമായ തൊഴിലിടം, ഞാൻ അതിനെ അങ്ങനെ തന്നെ വിളിക്കും. പ്രൊഫഷണൽ ഫുട്ബോൾ പ്ലെയർ ആണെങ്കിൽ അയാളുടെ തൊഴിൽ കൂടിയാണ് സ്പേസ്, തൊഴിൽ വർക്ക് സ്പേസ് ആണ് അയാളുടെ. അത് അയാൾക്ക് ഏറ്റവും അനുയോജ്യമെന്ന് തോന്നുന്ന, അയാൾക്ക് പലതരം അതിനകത്ത് എക്കണോമിക്സ്, സാമ്പത്തിക ശാസ്ത്രമുണ്ട്, ധനതത്വമുണ്ട്, എല്ലാം ഉണ്ട്, ഒരു 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 കംഫർട്ട് ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ അയാൾക്ക് അനുയോജ്യമെന്ന് തോന്നുന്ന ഏത് തൊഴിലിടവും തിരഞ്ഞെടുക്കാൻ ഏതൊരു പ്രൊഫഷണൽ പ്ലെയർക്കും സ്വാതന്ത്ര്യമുണ്ട്. അത് അയാൾ തിരഞ്ഞെടുത്ത്, മാത്രമല്ല അത് ബെസ്റ്റ്. അയാളിപ്പോൾ ആ ടീമിന് ഇപ്പൊ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിന്റെ രണ്ടാമത്തെ മത്സരത്തിൽ അവർ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ അവർ പുറകിൽ നിന്ന മത്സരത്തിലാണ് അവർ 3-2 ലാസ്റ്റ് ജയിച്ചത്. ആ മത്സരത്തിൽ വാസ്തവത്തിൽ നോർത്ത് ഈസ്റ്റിനെതിരെ ജയിക്കാൻ പര്യാപ്തമായത് സഹലിന്റെയും കമ്മിൻസിന്റെയും സബ്സ്റ്റിറ്റ്യൂഷനാണ്. അവർ വന്നതിന് ശേഷമാണ് സഹലിന്റെ അസിസ്റ്റിൽ നിന്നാണ് കമ്മിൻസ് ഗോളടിക്കുന്നത്. സോ ആ സിസ്റ്റത്തിൽ അയാൾ ഭംഗിയായിട്ട് ഇണങ്ങി ചേർന്നിരിക്കുന്നു. അയാളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഏറ്റവും സെലിബ്രേറ്റഡ് ആയ ഒരു പന്ത് കളിക്കാരനായി അയാൾ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് അയാളുടെ വിജയം. ടേക്ക് ഇറ്റ് പോസിറ്റീവ്. ഓക്കെ, ഇപ്പോൾ KP രാഹുൽ, അയ്മൻ ഉൾപ്പെടെയുള്ള ഒരു മലയാളി കോംബോ ആണ് ഇപ്പോൾ ഈ 11ാമത്തെ സീസണിൽ നമ്മൾ പ്രതീക്ഷ നൽകുന്ന താരങ്ങളുടെ മലയാളി ടീം എന്നുള്ളത്. അപ്പോൾ ഓരോ സീസണിലും മലയാളി താരങ്ങളുടെ പ്രത്യേക ചർച്ചകൾ വരാറുണ്ട് കമന്ററികളിൽ ഉൾപ്പെടെ. അപ്പോൾ മലയാളി താരങ്ങളും ഷൈജും തമ്മിലുള്ള ആ ഒരു ബന്ധം ശരിക്കും എങ്ങനെയാണ്? നല്ല ബന്ധമാണ്. ഇപ്പം രാഹുൽ വിളിക്കാറുണ്ട്. രാഹുൽ കഴിഞ്ഞ സീസണിൽ ഞാൻ ഇപ്പോഴും ഓർക്കേണ്ട, ഏതൊരു നമ്മുടെ പനമ്പള്ളി നഗറിലെ ട്രെയിനിങ് ഗ്രൗണ്ടിൽ ഒരു പയ്യൻ കാണാൻ വന്നിട്ട് എന്നെ കാണണം, എന്നെ കണ്ടിട്ട് എന്നോടൊപ്പം ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞാൽ ആ ട്രെയിനിങ് ഗ്രൗണ്ടിൽ നിന്ന് അപ്പം രാഹുൽ എന്നെ വിളിക്കണം. അപ്പം ഞാൻ പക്ഷേ ബോംബെയിലാണ്. ഞാൻ എന്താ രാഹുൽ എന്ന് ചോദിച്ചു, പറഞ്ഞു ചേട്ടനെ കാണാൻ വേണ്ടി ഒരു പയ്യനോട് വന്നിട്ടുണ്ട്, അപ്പോൾ ഇങ്ങനെ ഷൈജു ദാമോദരനെ വിളിച്ചു കൊടുക്കുമെന്ന് ചോദിച്ചു. അപ്പൊ അത് രാഹുലിന്റെ ഫോണിൽ കൂടിയാണ് ഞാൻ അവനോട് സംസാരിക്കുന്നത്. അതാണ് ബന്ധത്തിന്റെ ഏറ്റവും വലിയ തെളിവ്. പിന്നെ ഈ യുവതലമുറയിൽപ്പെട്ട അയ്മൻ, വിപിൻ, സച്ചിൻ, എല്ലാവരും, ഇപ്പൊ നിഹാൽ പോലും, നിഹാൽ ഇപ്പൊ പഞ്ചാബിലേക്ക് പോയി, നല്ല ബന്ധം. നിഹാല്, ലിയോൺ, എല്ലാവരുമായിട്ട് നല്ല ബന്ധമാണ്. എല്ലാവരും ഫോണിൽ സ്ഥിരം സംസാരിക്കുന്നു, കോണ്ടാക്ട് ചെയ്യുന്നു. എല്ലാവരും നല്ല കുട്ടികളാണ്. എല്ലാവരും ഈ പറഞ്ഞ പോലെ. പിന്നെ അവർക്ക് ഫുട്ബോൾ കളിക്കാരെന്ന നിലയിൽ അവർക്ക് സ്വാഭാവികമായിട്ടും അവരുടെ ഒരു പ്രഷർ ഉണ്ടാവില്ലേ, അത് നമ്മളും കൂടെ മനസ്സിലാക്കണ്ടേ. സമ്മർദ്ദം ഏത് ജോലിക്കുണ്ട്. ഓക്കെ, IM വിജയേട്ടനായിട്ട് വളരെ വ്യക്തിബന്ധം ഉണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം ഒരുപാട് പരിപാടികളിലും അതുപോലെ ISL കമന്ററി റൂമിൽ തന്നെ ഒപ്പം ഉണ്ടാവാറുണ്ടല്ലോ. അപ്പൊ അദ്ദേഹം ഇപ്പൊ ഒരു കളിക്കാരനാണെങ്കിൽ അദ്ദേഹത്തെ ശരിക്കും എങ്ങനെ വിശേഷിപ്പിക്കും? ഒരു നല്ലൊരു മൊമെന്റ് കിട്ടിയാൽ? അതൊരു ഈ പറഞ്ഞ പോലെ അത് ഇപ്പൊ ഇവിടെ ഇരുന്ന് ഉത്തരം പറയാൻ പറ്റാത്തൊരു ചോദ്യമാണ്. പക്ഷെ നമുക്കറിയാം, കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരങ്ങളിൽ ഒരാളാണ് IM വിജയൻ. അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു പോരായ്മ, അദ്ദേഹത്തിന് പറ്റിപ്പോയ പോരായ്മ, അദ്ദേഹത്തിന്റെ പോരായ്മ അല്ല കേട്ടോ. അതായത് അദ്ദേഹവും ഇപ്പൊ IM-ഉം ബൈച്ചും ബൂട്ടിയൊക്കെ കളിച്ചിരുന്ന കാലത്ത് ISL ഇല്ലായിരുന്നു. ISL ഉണ്ടായിരുന്നെങ്കിൽ അവര് നമ്മളെ എത്രമേൽ ഹരം പിടിപ്പിച്ചേനെ, അല്ല എത്രമേൽ അവര് നമ്മളെ രോമാഞ്ചം അണിയിച്ചേനെ എന്നുള്ളതൊക്കെ നമുക്ക് എന്താ പറയാ, നമ്മുടെ സങ്കല്പങ്ങൾക്ക് വിട്ടുകൊടുക്കാം. തീർച്ചയായിട്ടും IM ഒക്കെ കളിച്ചിരുന്നെങ്കിൽ ISL-ൽ ഏറ്റവും മിടുക്കനായ താരങ്ങൾ ഈശാണെന്ന് വെച്ചാല് ചില കളിക്കാരുണ്ട്, എന്താ പറയാ, ചിലവര് ഫുട്ബോളർ ആവാൻ വേണ്ടി ഫുട്ബോളർ ആയതാണ്. ഇപ്പം ചിലവര് ജനിച്ചപ്പോൾ തന്നെ ഫുട്ബോളേഴ്സാണ്, ഇൻബോൺ ടാലന്റ് ആണ്. അപ്പോൾ ജന്മനാ ഫുട്ബോളിന്റെ സിദ്ധി കിട്ടിയ ആളുകളിൽ ഒരാളാണ് IM വിജയൻ. അതിലൊന്നും തർക്കമില്ല. കാരണം അദ്ദേഹത്തിന്റെ കളി കണ്ടാൽ അതിനൊന്നും നമുക്കൊരു കൃത്യമായ ഒരു അഴകളവ് നിശ്ചയിക്കാൻ പറ്റില്ല. അദ്ദേഹം നിശ്ചയിക്കുന്ന അദ്ദേഹത്തിന്റെ പാതകളിലൂടെ സഞ്ചരിക്കും, അദ്ദേഹത്തിന്റെ പാതകളിലൂടെ ഗോളടിക്കും. അത് അദ്ദേഹത്തിന് മാത്രം, അത് ചിലപ്പോൾ അദ്ദേഹത്തിന് വേറൊക്കെ പറഞ്ഞു കൊടുക്കാനും പറ്റൂല. ഇൻബോൺ ടാലന്റാ. അപ്പൊ അത് അപൂർവങ്ങളിൽ അപൂർവം ആളുകളേ ഉള്ളൂ. ഒരാൾ പറഞ്ഞു പഠിച്ചിട്ടുണ്ട്, അന്ന് പോളിഷ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ആ കളി കണ്ടാൽ അറിയാം. അപ്പൊ അത്തരം എന്താ പറയാ ജന്മന കിട്ടിയ സിദ്ധികളുള്ള ഒരാൾ ISL-ന്റെ സമയത്ത് അദ്ദേഹം ഈ കറണ്ട് സമയത്ത് ആക്റ്റീവായിട്ട് കളിച്ചിരുന്നെങ്കിൽ ഓഫ് കോഴ്സ് ഇഷ്ടംപോലെ, ഇപ്പം അഫ്സലിന് ഇഷ്ടംപോലെ ഞാൻ പറഞ്ഞു തന്നെ കമന്ററി. പക്ഷെ ഇപ്പൊ എന്താ പറയാ, അതൊരു എന്താ പറയാ, അത് നമുക്കിനി ആലോചിച്ചുണ്ടാക്കേണ്ട കാര്യമാണ്. അതവിടെ നിൽക്കട്ടെ. പക്ഷെ അദ്ദേഹം കളിച്ചിരുന്നെങ്കിൽ അത്രയേറെ ഉറപ്പായിട്ടും. IM വിജയന്റെ കാലത്ത് ഇപ്പോ ഒരു സാധ്യതയില്ലായ്മയുടെ കാര്യം പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ഒരു കരിയറിനെ മുള നൽകിയ ഒരാൾ ഒരു പക്ഷെ K കരുണാകരനായിരിക്കുമല്ലോ. ഒരു സ്പോർട്സ് ലേഖം കൂടെ ഷൈജു ചേട്ടനക്ക് ഒരു പക്ഷെ ആ കാലത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയുണ്ടാവും. അതൊന്ന് ഷെയർ ചെയ്യാവോ? K കരുണാകരൻ ഇതിലുണ്ടാക്കിയെടുത്തൊരു ഇൻഫ്ലുവൻസ് എന്തായിരുന്നു എന്നുള്ളത്? അതെനിക്ക് തോന്നുന്നു K കരുണാകരൻ മാത്രമല്ലല്ലോ, എനിക്ക് തോന്നുന്നു MP ജോസഫ് സാറാണ് കുറച്ചും കൂടി. അന്ന് DGP ആയിരുന്ന MP ജോസഫ് സാർ ആയിരിക്കുന്ന എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. കാരണം MP ജോസഫ് സാർ DGP ഓഫ് കോഴ്സ് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് കേരള പോലീസ് സേനയിലുള്ള ഒരു സ്വാധീനം അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് എന്തായാലും ഒരു കൃത്യമായ റോളുണ്ട്. കാരണം ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ ഇത് ഇന്നതാണ് കാര്യം എന്ന് പറയുമ്പോൾ യെസ് അത് ശരിയാണ്, അതുകൊണ്ട് ഇത് ചെയ്തോളൂ എന്ന് പറയുന്ന അദ്ദേഹം തന്നെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നിർണായക റോൾ അദ്ദേഹത്തിന് തന്നെയാണ്. സർവോപരി പക്ഷെ അതിന്റെ ഒരു എക്സിക്യൂഷൻ പോയിന്റിലേക്ക് വരുമ്പോൾ അന്നത്തെ DGP ആയിരുന്ന MP ജോസഫ് സാറാണെന്ന് എൻ്റെ ഓർമ്മ. ആ MP ജോസഫ് സാറിന്റെ
ആ ഒരു അനുഗ്രഹവും അദ്ദേഹത്തിന്റെ ഒരു കൺസെപ്റ്റുമാണ് IM വിജയനെ കേരള പോലീസിലേക്ക് വരുത്തിക്കാനും ആ നിർത്താനൊക്കെ ഉണ്ട് കാരണം. ഇത് എന്റെ അറിവാണ്ടോ, സ്വാഭാവികമായിട്ട് അന്നത്തെ കോച്ചുമാരും ഒക്കെ ഉണ്ട്, അതിനൊക്കെ ആളുകൾക്ക് വേറെയുണ്ട്. ചാത്തുണ്ണി സാറ്, ശ്രീധരൻ സാറ്, ചിലപ്പോൾ കുഞ്ഞികൃഷ്ണൻ സാറ്, ഇവരൊക്കെ ഉണ്ട് അന്നത്തെ കേരള പോലീസിന്റെ കോച്ചുകളൊക്കെ ആയിരുന്ന ആളുകളൊക്കെ. ഒരുപാട് ആളുകളുടെ IM വിജയനെ പോലത്തെ ഒരു കളിക്കാരനെ കേരള പോലീസിലൂടെ കേരളത്തിന്റെ ഒരു അഭിമാനമാക്കി മാറ്റുന്നതിൽ, അതുവഴി ഒരു ദേശീയ അഭിമാനമാക്കി മാറ്റുന്നതിൽ ഒരാൾക്ക് മാത്രമല്ല ഒരുപാട് ആളുകൾക്ക് പങ്കാളിത്തമുണ്ട്. ഒരുപാട് ആളുകൾക്ക്. ഇപ്പം നമ്മുടെ ആ തൃശ്ശൂരത്തെ IM-നെയും ജോപ്പോളിനെയൊക്കെ പഠിപ്പിച്ചിരുന്ന കോച്ചുണ്ട്, ആ ലോക്കൽ. അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യം അവരുടെ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന്റെ പേര് എനിക്കിപ്പോ കിട്ടുന്നില്ല. ആ തൃശ്ശൂരത്തെ കോച്ച് ജോസഫ് റൈസ് സാറൊക്കെ നിർണായക സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ജോസഫ് റൈസ് സാറിന്റെ അക്കാഡമിയിൽ ഉറപ്പായിട്ടും IM-ഉം ജോപ്പോളും ഒക്കെ പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്, മനസ്സിലായില്ലേ? ഒരാളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. ഇവരെയൊക്കെ ഈ ഇത്തരം ഇതിഹാസങ്ങളും പ്രതിഭകളും സൃഷ്ടിക്കപ്പെട്ടതിന്റെ ആ ഒരു എന്താ പറയാ ഒരു സംഗതി ഒരുപാട് ആളുകളുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നന്മ നിറഞ്ഞ ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റും നിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഇതിഹാസങ്ങൾ. ഈ ചോദ്യം എൻ്റെ അടുത്ത് ചോദിക്കുന്ന 5235-ാമത്തെ ജേർണലിസ്റ്റാണ് താങ്കൾ. ഈ 5234 പേരുടെ പാസും ഞാൻ റിസീവ് ചെയ്തിട്ടില്ല. താങ്കൾ തന്ത്രപരമായി എൻ്റെ അടുത്ത് ചോദിച്ചത് എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ആ ചോദ്യത്തിന് ഷൈജു ദാമോദരൻ മരിക്കുന്നത് വരെ നിങ്ങൾക്ക് ഉത്തരം കിട്ടില്ല. നിങ്ങൾ ഇനി എങ്ങനെ വളച്ച് തിരിച്ച് ചോദിക്കാൻ ശ്രമിച്ചാലും മനസ്സിലായി. എനിക്ക് ഫേവറേറ്റ് പ്ലെയർ ഉണ്ട്, അയാളുടെ പേര് റോസി എന്നാണ്. റൊണാൾഡോയുടെ റോയും മെസ്സിയുടെ സിയും. ഓക്കെ, നമ്മൾ ഫുട്ബോൾ വിട്ട് ക്രിക്കറ്റിലേക്ക് പോകും, അതായിരിക്കും നന്നാവുക. ക്രിക്കറ്റില് അടുത്ത ഫുട്ബോള് അതിൽ പിടിക്കണം, അടുത്ത ചൂണ്ടിടുകയാണ്. അടുത്ത ചൂണ്ടിട്